നമസ്കാരം, എൻ്റെ പേര് ഷിക. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. ഞാനിപ്പോൾ UK-ലാണുള്ളത്. ഞാനിവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനൊരു പ്ലാന്റിങ് വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി ഏരിയ ആണ്. ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നല്ല കാറ്റാണ്. പ്ലാന്റിങ്ങിന് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ പുറത്ത് പോയി വാങ്ങിച്ച ശേഷം കുക്കിംഗ് പരിപാടിയൊക്കെ അങ്ങ് ക്ലോസ് ചെയ്ത്. ഇന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഹസ്ബൻഡാണ് ബിരിയാണി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. UK-ൽ നമ്മൾ സോയിൽസ് പൈസ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മളെ നാട്ടിലെ പോലെ പറമ്പിലിറങ്ങി മണ്ണെടുക്കാൻ പറ്റില്ല. ഒരുപാട് കമ്പനിയുടെ ഉണ്ട് കേട്ടോ, നമുക്ക് നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു ചെടിച്ചട്ടി, അതുപോലെ അതിൻ്റെ അടിയിൽ വെക്കാനുള്ളൊരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുന്നേ ഇവിടെ വാങ്ങിച്ചിരുന്ന ചെടികളുടെ ചട്ടിയാണ് കേട്ടോ അത്. ആ പൂവൊക്കെ വാടിപ്പോയി. ഇവിടെ ഒരു 2 weeks 3 weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂ വാങ്ങിക്കുന്ന ചെടികളൊക്കെ വാടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. വിത്ത് വാങ്ങിച്ച് മണ്ണ് വാങ്ങിച്ച് അങ്ങനെ പ്ലാന്റിങ് ചെയ്ത് നോക്കാമെന്ന് പ്ലാൻ ചെയ്ത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഈ വിത്ത് വളരുമോ എന്നുള്ളത്. നമുക്ക് ഈ കോംബോ ഓഫറിൽ ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ ഈ ചട്ടി എന്നുള്ളതിൽ. 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിന് 1.75 pounds ആണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലൊരു 250-300 ആയിരിക്കും. എവിടെ വെച്ച് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ടൈം ഞാനത് റെഡി ആക്കാം കേട്ടോ. നമുക്ക് 5 ബോക്സ് ഉണ്ടായിരുന്നു. 5 ബോക്സിലും അത് ഫില്ല് ചെയ്യാൻ പറ്റുമോ, അത് തികയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് 5 ബോക്സിലേക്കും ആ സോയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ വിത്തുകൾ വെച്ചിട്ട് ഞാൻ അതിലോട്ട് ഇടാൻ തുടങ്ങി. ഞാനതിൽ ഒരുപാട് വിത്തുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കുറച്ചേലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു വൈറ്റ് കവറിലാക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുഞ്ഞിതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ചിലതിലൊന്നും കുറച്ച് വിത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മല്ലികയുടെ വിത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചേലിട്ടുള്ളൂ, ബാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ അതിൻ്റെ ഫ്രണ്ടിലെ പോർഷൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നല്ലപോലെ ഡീപ്പായിട്ട് ചെയ്തിട്ടില്ല, കാരണം അത് മേൽഭാഗത്ത് കൂടെ അല്ലേ ഉണ്ടാവുക. നമുക്ക് ടോട്ടൽ 5 ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 1 എക്സ്ട്രാ ആണ്. അപ്പോൾ അതിൽ മണി പ്ലാന്റ് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ചെടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൽ നിന്ന് 2 പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്ത് അതിലോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ മണി പ്ലാന്റ് ഞാൻ വട്ടത്തിൽ കുത്തിവെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിലൊരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും. ഞാൻ നേരത്തെ കാണിച്ച മണി പ്ലാന്റ് സെൻറ്ററിൽ വെച്ചില്ലേ, നമുക്കത് ആമസോണിൽ 1.25 pounds അങ്ങനെ ഉള്ളൂ. അപ്പോൾ നമുക്കത് വാങ്ങിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ റൗണ്ടിൽ ആയിട്ടാണ് ഞാൻ കുത്തി വെച്ചത്. അതെല്ലാം കൂടി ലാസ്റ്റ് സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉള്ളിലോട്ട് വെക്കാമെന്ന്. അപ്പം എൻ്റെ മണി പ്ലാന്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് സോഫയുടെ അടുത്ത് ഒരു പ്ലാന്റ് ഉണ്ട്, അത് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സൈഡിലായിട്ട് ഞാൻ എൻ്റെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തു. ഭംഗിയില്ലേ? മണി പ്ലാന്റിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന സ്റ്റിക്ക് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ സ്റ്റിക്ക്. ചകിരി വെച്ചിട്ടുള്ളതാണ്. ഇവിടെ UK-ൽ പല ലെങ്ത്തിലും ഇവിടുത്തെ ആമസോണിൽ അത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, സീ യു. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.